നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനത്തിന് ഒരു യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്നുള്ള അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ പ്രാർത്ഥന, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. യഥാസ്ഥാനത്വത്തിലേക്കുള്ള ചില ചവിട്ടുപടികൾ, അതൊക്കെ നമ്മളിങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ യഥാസ്ഥാനത്വത്തിന് ആവശ്യമായിരിക്കുന്നത് ഒന്നാമത് നാം കണ്ടു, ദൈവവചനം അത് ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കണം. അത് നമ്മൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. ആ അരുളപ്പാടുകൾ എത്രത്തോളം ദൈവമക്കളായിരിക്കുന്ന നമ്മൾ അനുസരിക്കുമോ അത്രത്തോളം നമ്മിൽ യഥാസ്ഥാനത്വം ഉണ്ടാകും. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനും കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പിന്നെയും ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്ന് പകലും ഓർത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് തൻ്റെ സഭയാണ് ഏറ്റവും വലിയത്. നാം നേരത്തെയും അത് കണ്ടിട്ടുള്ള കാര്യമാണ്, നാം ഓർത്തിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ ലോകവും ഇതിലുള്ള സകലരും ദുഷ്ടമനുഷ്യരുമെല്ലാം ഒരു നാളിൽ ഇല്ലാതെ പോകുമ്പോൾ ദൈവത്തിന് തിരികെ കിട്ടുന്നത് നമ്മെ മാത്രമാണ്, തൻ്റെ വിശുദ്ധന്മാരെ മാത്രമാണ്, തൻ്റെ സഭയെ മാത്രമാണ്. അപ്പോൾ താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ മക്കൾ, അവരെ തനിക്ക് കിട്ടണം. അത് ദൈവത്തിന്റെ പരമമായിരിക്കുന്ന ഒരു ലക്ഷ്യമാണ്. എന്നാൽ സ്വാഭാവികമായി നമ്മിൽ പിന്മാറ്റങ്ങൾ കടന്നു വരുന്നു. ദൈവം ആഗ്രഹിക്കാത്ത നിലയിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറിപ്പോകുന്നു. അനുസരണക്കേടുകളൊക്കെ നമ്മിൽ സംഭവിക്കുന്നു. എന്നാൽ അവിടെയും സ്നേഹവാനായിരിക്കുന്ന ദൈവം ചെയ്യുന്ന കാര്യം നമ്മെ വീണ്ടും മടക്കി വരുത്താനുള്ള ശ്രമങ്ങളാണ്. പഴയ നിയമത്തിലൂടെ നാം അത് തന്നെയാണ് ധാരാളമായിട്ട് കണ്ടത്. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച മാർഗങ്ങൾ വ്യത്യസ്തമാണ്. ദൈവത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ ജനത്തെ തനിക്ക് കിട്ടണം. ഇന്നും നമ്മെക്കുറിച്ചും ദൈവത്തിന് അതേ ആഗ്രഹം തന്നെയാണ് ഉള്ളത്. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം, മാറ്റം ഉണ്ടാകണം. അതിനാണ് ദൈവം നമ്മെ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുന്നത്. അതിനോട് നമ്മൾ താതാത്മ്യപ്പെടണം. അത് നമ്മൾ അനുസരിക്കാനായിട്ട് നിർബന്ധിതരാകണം. നാം ഓർത്തതുപോലെ നമുക്ക് ദൈവമേ ഉള്ളൂ, ദൈവത്തിന് നാമും ഉള്ളൂ. ശേഷിക്കുന്നത് ദൈവവും നാമും മാത്രമായിരിക്കും നിത്യത മുഴുവനും. അതുകൊണ്ട് ആ വലിയ ഒരു പ്രതീക്ഷ എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഏതെല്ലാം മേഖലകളിൽ യഥാസ്ഥാനത്വം ആവശ്യമാണോ, മാനസാന്തരം ആവശ്യമാണോ, മടങ്ങിവരവ് ആവശ്യമാണോ, അവിടെയെല്ലാം നമുക്ക് തിരിച്ചു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പഠന മുഖാന്തരം സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ചവിട്ടുപടി എന്ന നിലയിൽ നാം ഓർക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമധ്യായം, എബ്രായ ലേഖനം 3-ാം അതിന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. കൺസിഡർ the apostle and high priest for our profession, Christ Jesus. നാം അംഗീകരിച്ച് നാം ഏറ്റുപറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ ആ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അവിടെ ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നാം സ്വീകരിച്ചു പറയുന്ന, അവർ പ്രൊഫഷൻ എന്നാണ്. നാം അംഗീകരിക്കുന്ന, അതാണ് ദൈവമക്കളുടെ ഹൃദയത്തിലുള്ള ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത്. യേശുക്രിസ്തു എന്റെയാണ്, അവൻ എന്റെ രക്ഷിതാവാണ്, അവൻ എന്റെ കർത്താവാണ്, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. ആ അംഗീകാരം യേശുക്രിസ്തുവിൽ നമുക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അവനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, അവനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം.
അവനെ നിങ്ങൾ പരിഗണിക്കണം, അവനെ നിങ്ങൾ നോക്കണം. അതിനോട് താതാത്മ്യപ്പെടുത്തുന്ന മറ്റൊരു വാക്യമാണ് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ലുക്കിംഗ് അൺടു ജീസസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കാരണക്കാരൻ എന്നാണ്. നമുക്ക് വിശ്വസിക്കുവാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. ദൈവത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് യേശുക്രിസ്തുവാണ്. നമ്മിൽ വിശ്വാസം പകർന്നു തന്നത് ഈ യേശുക്രിസ്തുവാണ്. അവനാണ് വിശ്വാസത്തിന്റെ ഓഥർ, അതിന്റെ എഴുത്തുകാരൻ, അതിന്റെ കാരണക്കാരൻ, അതിന്റെ മുഖാന്തരം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നോക്കണം. ഫിനിഷർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വായിച്ചതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. നമ്മെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തുവാൻ കേൾപ്പും പ്രാപ്തിയുമുള്ളവൻ അവൻ തന്നെയാണ്. അതിന്റെ ആരംഭം, അതിന്റെ കാരണക്കാരനും അതിലേക്ക് നമ്മെ നയിക്കുന്നവനും അതിനൊരു അവസാനം വരുത്തുന്നവനും നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് അവനെ നോക്കുക, അവനെ ശ്രദ്ധയോടെ നോക്കുക. അപ്പൊ നമുക്ക് യഥാസ്ഥാനത്വത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. അവനെ കുറിച്ചുള്ള ധാരാളം പ്രത്യേകതകൾ ഈ എബ്രായ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്ന് ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. എന്തുകൊണ്ട് നമ്മൾ ഈ യേശുവിനെ നോക്കണം? ആരാണ് നമ്മുടെ കർത്താവ്? അത് നമ്മൾ അറിയാത്തവരല്ല. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നിശ്ചയം ഉള്ളവർ തന്നെയാണ്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ആത്മീക നിലവാരത്തിന്റെ താഴേക്കുള്ള പോക്കിന് ഒരു കുതിച്ചുകയറ്റം ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം. അതിന് ഈ കാര്യങ്ങൾ നാം വീണ്ടും ധ്യാനിച്ചേ മതിയാകെയുള്ളൂ. വീണ്ടും കർത്താവിലേക്ക് ചെന്നേ മതിയാകെയുള്ളൂ. അവനിലേക്ക് തന്നെ നോക്കിയേ മതിയാകെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരാണ് യേശു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. നമുക്കറിയാം, ഈ തലമുറയിൽ, പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത വലിയൊരു തലമുറ ഉണ്ട് എന്നത് സത്യമായ ഒരു കാര്യമാണ്. ദൈവസഭകളിൽ പോലും ഇന്ന് നിരീശ്വരവാദം അല്ലെങ്കിൽ ഇതര വാദങ്ങൾ പെരുകി വരുന്നതിന്റെ ഒരു കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാൻ ഇന്നുള്ള തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തിൽ അങ്കമാലിയിൽ ഒരു ക്ലാസ് നടന്നപ്പോ അവിടെ ദൈവദാസന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ളതായിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾ, അവര് നാമുമായിട്ട് പരിചയപ്പെട്ട് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ദൈവം ആരാണ്? അപ്പോൾ നമ്മൾ ന്യായമായിട്ടും പറയും ആരാണ്? പിള്ളേരൊക്കെ പറയും യേശുവാണ് ദൈവം. അങ്ങനെയെങ്കിൽ എത്ര ദൈവമുണ്ട്? പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, എത്ര ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൽ അനേക കുഞ്ഞുങ്ങൾ പതറിപ്പോകുന്നു. കാരണം എന്താ? അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മിൽ എത്ര പേർക്ക് സാധിക്കുമെന്ന കാര്യം നാം തന്നെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ അവർ കൂടെ ഉന്നയിച്ച് അവരുടെ എന്താ പറയുന്ന ഇസ്ലാം ഗ്രന്ഥമായിരിക്കുന്ന ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളായും അവിടെ പറഞ്ഞിരിക്കുന്ന ഈസാ നബിയും നാം വിശ്വസിക്കുന്ന പിതാവാം ദൈവവും പുത്രനാ ദൈവവുമായ യേശുക്രിസ്തുവാണെന്ന് സമർത്ഥിച്ച് അങ്ങനെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ സഭകളിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഒരുപാട് പേരെ വലച്ചു കളയുന്ന ദുരുപദേശങ്ങൾ ഈ നാളുകളിൽ വളരെയേറെ പടർന്നിട്ടുണ്ട്. അതൊരു വലിയ സത്യമായിട്ട് ഇന്ന് ശേഷിക്കുകയാണ്. അതുകൊണ്ട് നാം ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ഇത് മൊത്തത്തിലൊരു എന്താ പറയുന്ന ക്രിസ്തു ശാസ്ത്രം അല്ല ഇന്ന് അല്ലെങ്കിൽ വരും ദിവസങ്ങൾ പഠിക്കാൻ പോകുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്കത് പഠിക്കാവുന്നതാണ്. അത് അത്യന്താപേക്ഷിതവുമാണ് എന്ന് ഈ നാളുകളിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം, അവനെ നോക്കണമെന്ന് പറയുമ്പോൾ ആരാണ് യേശു എന്നുള്ള കാര്യം ചുരുക്കമായിട്ട് ഒന്ന് പറയുക. അതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യമായിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് എന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ പുത്രനായ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്ത് പറയുന്ന വാക്കെന്താണ്? അത് ദൈവമേ എന്ന് പറഞ്ഞാൽ അത് ആരെ കുറിച്ചാണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് ദൈവമേ. അതിന്റെ തൊട്ട് താഴെയുള്ള 9-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്?
അതിന്റെ മധ്യഭാഗത്ത് ദൈവമേ നിന്റെ ദൈവം. അവിടെയും യേശുക്രിസ്തുവിനോട് പറയുന്ന കാര്യമാണ് ദൈവമേ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എന്ത്? അവൻ ആരാണ്? അവൻ ദൈവമാണ്. മനസ്സിലായോ? അവൻ കുറഞ്ഞ ഒരു ദൈവമാണ് എന്നല്ല, അവനൊരു കുട്ടി ദൈവമാണ് എന്നല്ല, അവൻ ദൈവമാണ് എന്ന് തന്നെയാണ്. ഒരു മനുഷ്യന്റെ മകൻ ഒരു കാരണവശാലും കുട്ടി മനുഷ്യനാകുന്നില്ല. അവൻ ആരാണ്? ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ കുഞ്ഞ് ആരാണ്? അവനും സമ്പൂർണ്ണ മനുഷ്യനാണ്. എന്നതുപോലെ സമ്പൂർണ്ണ ദൈവത്തിന്റെ മകനായ യേശുക്രിസ്തുവും ആരാണ്? ആളത്വത്തിലും പ്രകൃതിയിലും തുല്യനായിരിക്കുന്ന ദൈവം തന്നെയാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം, ഈ 3 വാക്യങ്ങളിലും ഞാനത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് അവൻ സത്യദൈവമാണ്, അവൻ മഹാദൈവമാണ്, അവൻ എന്നേക്കും ദൈവമാണ് എന്നാണ്. അപ്പൊ നമ്മുടെ യഥാസ്ഥാനത്വത്തിന് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന് പറയുമ്പോൾ ആരിലേക്കാണ് നമ്മൾ നോക്കുന്നത്? ഈ സത്യദൈവത്തിലേക്കാണ് നോക്കുന്നത്, ഈ മഹാദൈവത്തിലേക്കാണ് നോക്കുന്നത്. അവനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഈ ലേഖനത്തിൽ, മറ്റു ലേഖനങ്ങളിലൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഈ ലേഖനത്തിൽ തന്നെ അവങ്കിലേക്ക് നോക്കുന്നതിന്റെ കാരണങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു ബോധ്യമുണ്ടാകേണ്ടത് അവൻ സത്യദൈവം തന്നെ ആണ് എന്നുള്ളതാണ്. അടുത്തത് നാം വായിക്കുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നീയോ, അതിന്റെ അവസാനമാണ് നീയോ അനന്യൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നീ അനന്യനാണ്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നീയോ നിലനിൽക്കും. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 13-ാം അധ്യായം 8-ാം വാക്യം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രസ്താവന, എന്തുകൊണ്ട് നാം യേശുവിനെ നോക്കണം? എന്തുകൊണ്ട് അവനെ തന്നെ ശ്രദ്ധിച്ചു നോക്കണം? അവൻ ആരാണ്? അവൻ അനന്യനാണ്, അവൻ അവസാനിക്കുന്നവനല്ല, അവൻ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 4-ലും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും ഒക്കെ നാം അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് അനന്യനാണ്, അവസാനമില്ലാത്തവനാണ്, ആരംഭമില്ലാത്തവനാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ് എന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം അടുത്ത ഒരു പ്രയോഗം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ ദൈവമായിരിക്കുന്നവൻ, അനന്യനായിരിക്കുന്നവൻ ആണ് എന്ത് ചെയ്തത്? സകലത്തെയും ഉളവാക്കിയത്, സകലത്തെയും ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്കുണ്ട്, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അപ്പോൾ നാം അവിടെയും വായിക്കുന്നത് എന്താ? പൂർവകാലത്ത്, ഇതൊന്നും പ്രപഞ്ചമില്ലാതിരിക്കുന്ന കാലത്ത് നിന്റെ കൈയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് ആര്? അവൻ സൃഷ്ടികർത്താവാണ്, സകലത്തെയും ഉണ്ടാക്കിയവനാണ്. അതേ കാര്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയും കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അവനാണ് സകലത്തെയും ഉണ്ടാക്കിയത്, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. 3-ാം അധ്യായത്തിന്റെ ഈ എബ്രായ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും നമ്മൾ ഒരു വാക്ക് അവിടെ വായിക്കുന്നുണ്ട്, സർവവും ചമച്ചവൻ ദൈവം തന്നെ. സർവവും ചമച്ചവൻ ദൈവമാണ്. അപ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന അടുത്ത ഒരു പ്രസ്താവനയാണ്. മറ്റൊരു പ്രസ്താവന 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എന്ത്? വീണ്ടും വായിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്നാണ്. സകലത്തിനും സകലത്തിന്റെയും സൃഷ്ടികർത്താവ് ആരാണ്? അവൻ സകലത്തിന്റെയും, അവൻ അതിന്റെ അധികാരിയാണ്, അവൻ അതിന്റെ അവകാശിയാണ്. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും നാം അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാണ്. നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിന്റെ ഒടുവിലെ വാക്യങ്ങൾ ഇങ്ങനെയാണ്,
നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അപ്പോൾ സകലത്തിനും അധികാരി, അവകാശി എന്ന് പറയുമ്പോൾ അവനെ ദൈവം അധിപതി ആക്കി എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവാണ് തന്റെ ഭവനത്തിന്റെ, തന്റെ രാജ്യത്തിന്റെ അധികാരിയാണ്, അവകാശിയാണ്. മത്തായിയുടെ സുവിശേഷം 28:19 നമുക്കറിയാവുന്ന കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ നിലയിൽ സർവ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇനിയും മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ നോക്കണം? 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ അവന്റെ ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? അവനാണ് ദൈവത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ അവനാണ് ദൈവത്തിന്റെ തനി പകർപ്പ് എന്നാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിന് വളരെ ലളിതമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എന്താണ്? 2-ാം അധ്യായം 9-ാം വാക്യം, കൊലോസ്യ ലേഖനം 2:9 വാക്യം. ഞാൻ വേഗം വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ൽ, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും. ആ നിലയിൽ അവൻ എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മുദ്രയാണ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ തനി പകർപ്പാണ്. അപ്പോൾ അവനിൽ ഒട്ടും കുറഞ്ഞവനല്ല, പിതാവായി ദൈവത്തെക്കാൾ കുറഞ്ഞവനല്ല തന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന കാര്യം അവിടെ വളരെ വ്യക്തമാണ്. ഇനിയും നമ്മൾ മറ്റൊരു ചിന്ത നമ്മൾ വായിക്കുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാം. അവൻ നമ്മുടെ കർത്താവിനെ എന്തുകൊണ്ട് നോക്കണമെന്ന് പറഞ്ഞാൽ അവൻ പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നവനാണ്. അവനാണ് സകലത്തിന്റെയും അധികാരിയായവൻ. അതിനോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ, ആ വാക്കുകൾ മാത്രം ഒന്ന് വായിച്ച് മാത്രം നമുക്ക് മുൻപോട്ട് പോകാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ എന്താ വായിക്കുന്നത്? സ്വർഗത്തിൽ തന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 12-ാം അധ്യായത്തിന്റെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? അവനിപ്പോൾ എവിടെയാണ്? ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്താണ്. അതിനൊരു പിന്നാമ്പുറമുണ്ട്. നമുക്കറിയാം പിന്നാമ്പുറം. അവൻ മരിച്ചു, അല്ലെ? അവൻ അടക്കപ്പെട്ടു. അടക്കപ്പെട്ട സ്ഥാനത്ത് നിന്നാണ് പിതാവായ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പിതാവായ ദൈവമാണ് അവൻ ഏറ്റവും അത്യന്തം മേലായ നാമം നൽകിയത്. അങ്ങനെ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന ആ ദൈവപുത്രനെ നമുക്ക് നോക്കാനും നമുക്ക് കാണാനും സാധിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വിശദമായിട്ടുള്ള കാര്യമല്ല, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം. ആ നിലയിൽ നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എന്റെ ധ്യാനത്തിൽ ഉണ്ടായ എന്നെ വളരെ ചിന്തിപ്പിച്ച, വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം എന്താ കണ്ടത്? അവൻ ദൈവമാണ്, അല്ലെ? അവൻ സകലത്തിന്റെയും അവകാശിയാണ്, സകലത്തിന്റെയും അധികാരിയാണ്, സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്, അല്ലെ? അവൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ്. എല്ലാ ദൂതന്മാരാലും അവൻ ആരാധിക്കപ്പെടുന്നവനാണ്. അവൻ അങ്ങനെ ആ മഹിമയുടെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ വാഴുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഈ വാക്യം എന്നെ ചിന്തിപ്പിച്ചത്, നമ്മെ സംബന്ധിച്ച് ആ മഹിമാസനം
ഒരു കൃപാസനമാണ്. മനസ്സിലായോ? അവൻ അത്യുന്നതനാണ്, അവൻ മഹാനാണ്, അവൻ വലിയവനാണ്, അവൻ ഉന്നതനാണ്. പക്ഷേ തന്റെ മക്കളെ സംബന്ധിച്ച് അവനൊരു കൃപാസനമാണ്, ത്രോൺ ഓഫ് ഗ്രേസ് ആണ്. എന്തിനാണത്? അവൻ എന്തിനാ അങ്ങനെ ആയിരിക്കുന്നത്? എന്താ നാം അവിടെ വായിക്കുന്ന വാക്യം തന്നെ എന്താണ്? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായിട്ട്. അപ്പോൾ തന്റെ മക്കൾക്ക് എന്തു വേണം? അവർക്ക് കരുണ വേണം. തന്റെ മക്കൾക്ക് സഹായം ആവശ്യമാണ്. അതിനുവേണ്ടി തന്റെ മഹിമാസനം, തന്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തെ തന്റെ മക്കൾക്ക് ധൈര്യപൂർവം അടുത്തു വരുവാനുള്ളതായിരിക്കുന്ന കൃപാസനമായിട്ട് അവൻ മാറ്റിവെച്ചിരിക്കുന്നു. എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് നമ്മുടെ ഹൃദയം ക്ഷീണിക്കേണ്ടതിന്റെയോ തളരേണ്ടതിന്റെയോ പിറുപിറുക്കേണ്ടതിന്റെയോ പരാതിപ്പെടേണ്ടതിന്റെയോ ആകുലപ്പെടേണ്ടതിന്റെയോ ആവശ്യം നമുക്ക് ഇല്ല. നമ്മുടെ ആവശ്യ സമയത്ത് എപ്പോഴാണോ നമുക്കൊരു സഹായം വേണ്ടത്, എപ്പോഴാണോ നമുക്കൊരു കരുണ വേണ്ടത്, ഏത് വിഷയത്തിലാണോ നമുക്ക് സഹായം വേണ്ടത്, ഏത് വിഷയത്തിലാണോ കരുണ വേണ്ടത്, നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നതായ ഒരു മനോഹരമായ കൃപാസനം ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി തുറന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആരും മറന്നു പോകരുത്. അയ്യോ, എനിക്ക് ആരുണ്ട് എന്റെ കാര്യം അറിയാൻ? ഞാൻ ആരോടാ എന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒരാളോടും ഇതൊന്ന് പറയാനായിട്ട് ഇല്ലല്ലോ. ആര് കേൾക്കാനാ എന്റെ വിഷമം, ആരറിയാനാ എന്റെ വിഷമം എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ പരിതപിക്കുന്ന പ്രിയ സഹോദര സഹോദരിമാരെ ഓർക്കുക. കർത്താവിനെ നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന, നാം അംഗീകരിച്ചേറ്റു പറയുന്ന അപ്പോസ്തലനായ മഹാപുരോഹിതനായ യേശുവിനെ നോക്കുക. അവൻ എന്താണ്? അവനൊരു കൃപാസനമാണ്. ആ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. മക്കളായിരിക്കുന്ന നമുക്ക് ഓടി ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയും. 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഇങ്ങനെയാണ് അവിടെ വച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം, ശരണത്തിനായി നാം ഒരിക്കലായിട്ട് ചെന്നത് എവിടെയാണ്? ഈ കർത്താവിന്റെ പാദപീഠത്തിലല്ലേ? നമ്മൾ നശിച്ചുകൊണ്ടിരുന്നപ്പോൾ, പാപത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ, നരകയോഗ്യരായി കിടന്നപ്പോൾ, ആരാലും രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ശരണത്തിനായി നമ്മൾ ഓടിച്ചെന്നത് ഈ കർത്താവിന്റെ പാദപീഠത്തിലല്ലേ? അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ ഓടിച്ചെന്നവരായ നമ്മെ തന്റെ വാഗ്ദത്തങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചവനായ ദൈവമാണ് ഇന്ന് പറയുന്നത് എന്ത്? നിങ്ങൾ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, സഹായത്തിനു വേണ്ടി എന്ത് ചെയ്താൽ മതി? അവന്റെ കൃപാസനത്തിലേക്ക് ഒന്ന് ചെല്ലുക. ഇത് നമ്മെ ഈ രാത്രിയിലും ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ഒരുത്തനുണ്ട്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളും ഉള്ളതുപോലെ തുറന്നു പറയാൻ പറ്റിയ ഒരു കൃപാസനം ഉണ്ടെങ്കിൽ, ഒരു പാദപീഠം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിന്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. ആരോട് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ നില ആർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എന്റെ നില അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അറിയുന്ന, നമ്മുടെ ഭാരം അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ അടുക്കിലേക്ക് നമ്മൾ ധൈര്യത്തോടുകൂടെ ചെല്ലുവാനായിട്ട് കഴിയണം. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ്. 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ദൈവത്തോട് അടുക്കുന്നതിനുള്ള പ്രത്യാശയ്ക്ക് എന്ത് വന്നിരിക്കുന്നു? സ്ഥാപനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് നമുക്ക് മുൻപായി ആ സ്വർഗീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് ആ വാതിലിൽ കൂടെ അകത്ത് കടന്ന് ആ പ്രവേശനം സാധിപ്പിച്ച് തന്നതുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചത് ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനം. അതുകൊണ്ട് നമ്മൾ എന്താ ധൈര്യപ്പെടേണ്ടത്? ഇന്ന് രാത്രിയിൽ നമ്മൾ ധൈര്യപ്പെടണം. എന്താ ധൈര്യപ്പെടേണ്ടത്? നമുക്ക് ആ ദൈവത്തോട് അടുക്കുന്നതിനുള്ളതായ വഴികൾ തുറന്നിരിക്കുന്നു. ദൈവം സ്ഥാപനം വരുത്തിയിരിക്കുന്നു. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പുരാൻ ചെയ്തിരിക്കുന്നു.
പിന്നെ എന്തിനാ നമ്മൾ മാറി നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ കൃപാസനത്തെ തേടാതെ പോകുന്നത്? എന്തിനാണ് സഹായം അവനോട് ചോദിക്കാതെ പോകുന്നത്? ഏത് വിഷയവുമാകട്ടെ, മനുഷ്യരോട് പറയാൻ കൊള്ളില്ലാത്ത കാര്യമാകാം, പക്ഷെങ്കിലും അതാരോട് പറയാം? നമ്മുടെ രക്ഷിതാവായ നമ്മുടെ കർത്താവിനോട് തുറന്ന് പറയാം. അവിടെ നമുക്ക് സഹായമുണ്ട്, അവിടെ നമുക്ക് ആശ്വാസമുണ്ട്, അവിടെ നമുക്ക് ഉത്തരമുണ്ട്. ആ കൃപാസനത്തിൽ നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ്. അവൻ കൃപമേൽ കൃപ നമ്മുടെ മേൽ പകരുന്നവനാണ്. അതുകൊണ്ട് കൃപയ്ക്കൊരു കുറവുള്ളവനല്ല നമ്മുടെ കർത്താവിന്റെ പാദപീഠം എന്ന് പറയുന്നത്. അവിടെ സഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് എന്ത് സഹായം വേണം? ഇന്ന് ഈ വചനമൊക്കെ ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയം ഒരുപാട് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഏത് കാര്യത്തിലും നമുക്ക് സഹായം നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ ഇടം എന്ന് പറയുന്നത് അവന്റെ കൃപാസനമാണ്. അതുകൊണ്ട് ആ കൃപാസനം നമുക്ക് അത് പ്രായോഗികമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മറ്റൊരു കാര്യം കൂടെ, അതിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, 2-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കണ്ടു, വിശ്വാസത്തിന്റെ കാരണക്കാരനായ, വിശ്വാസത്തിന്റെ ആരംഭമായ, വിശ്വാസത്തിന്റെ അവസാനമായ യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ നോക്കുവാൻ ഇടയാകണം. അതിന്റെ കാരണം എന്താണ്? നമ്മൾ അവനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം നഷ്ടപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പലതും കണ്ടു. അതില് ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കഷ്ടതകളാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാണ്, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതായിരിക്കുന്ന വേദനകളാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ പുറകോട്ട് മാറ്റാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ആ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു എന്നാണ്. വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ അവർ കരുതിയത് മിസ്രൈമിൽ നിന്ന് ഈ കനാനിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ് എന്നാണ്. എന്നാൽ ആ ദൂരം വളരെ വലുതായിരുന്നു. നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ചെന്നെത്തേണ്ടതായ ദൂരം നീണ്ട 40 കൊല്ലക്കാലം കഴിഞ്ഞു അവർ എവിടെ ചെന്നപ്പോ? കനാനിൽ എത്തിയപ്പോൾ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു, മനസ്സ് മടുത്തു, അവർ ദൈവത്തോട് പിറുപിറുക്കാനായിട്ട് ആരംഭിച്ചു. അത് ദൈവത്തിന് ഇഷ്ടമായോ? ഇഷ്ടമായില്ല. അവിടെ ദൈവം ശിക്ഷ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇടയ്ക്കിടയ്ക്കൊക്കെ, ചിലപ്പോഴൊക്കെ നമ്മൾ നല്ല ശക്തന്മാരായിരിക്കും, വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും എല്ലാം വമ്പന്മാരായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ വേണ്ട കിടക്കുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു, ആകപ്പാടെ ഒന്നുമില്ലാത്തതായ അനുഭവത്തിൽ തളർന്നു പോയി ഇങ്ങനെ കിടക്കുകയാണ്. എന്താ കാരണം? തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതായ കഷ്ടതയാണ്. എന്നാൽ ഇവിടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൽ കൂടെ താൻ പറയുന്ന കാര്യം എന്താണ്? അവൻ തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി. ഞാൻ ഇങ്ങനെ തിരിച്ചു പറയാം, അവിടെ താഴെ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിന് മുൻപ് നമ്മുടെ കർത്താവിന് എന്ത് വേണ്ടി വന്നു? അപമാനം അലക്ഷ്യമാക്കേണ്ടതായി വന്നു, ക്രൂശിനെ സഹിക്കേണ്ടതായി വന്നു. റോമാലേഖനത്തിലാണെന്ന് തോന്നുന്ന ഒരു വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, നാം സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. എന്താ നമ്മൾ മനസ്സിലാക്കിയത് ആ വാക്യത്തെ കുറിച്ച്? നമുക്ക് സുഗമമായിരിക്കുന്ന ഒരു യാത്രയല്ല എല്ലാ സമയത്തും നമുക്കുള്ളത്. ക്ഷീണിച്ചു പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും, തളർന്നു പോകാവുന്ന, പിറുപിറുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ നോക്കേണ്ടത് യേശുവിനെ. ഏത് യേശുവിനെ? അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതിന് മുൻപ് അവൻ എങ്ങനെയായിരുന്നു? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കിയവനാ. നമ്മുടെ ജീവിതത്തിലും ഈ കഷ്ടങ്ങളൊക്കെ കടന്നു വരുമ്പോ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോ ഒരുപക്ഷെ നമ്മൾ കരുതുന്നത്, ഇത് ഒരു അപമാനത്തിന്റെ വിഷയമാണല്ലോ,
മറ്റുള്ളവർ നമ്മെ എന്ത് പറയും? ഇത് എന്നെ നിന്ദിക്കുന്നതിന് തുല്യമായ ഒരു കാരണം ആണല്ലോ. സ്വാഭാവികമാണ്. കർത്താവെ, നിന്ദയ്ക്കുള്ളൊരു കാരണമാണല്ലോ ഇത്. എന്റെ കുടുംബത്തിന് വന്നിരിക്കുന്ന ഈ കാര്യം, അത് കഷ്ടത, ഈ വന്നതായിരിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണല്ലോ. ശരിയാണ്. അവിടെ നമ്മുടെ കർത്താവിനെ നമ്മൾ നോക്കണം. അവിടെ എന്താ നമ്മൾ വായിച്ചത്? അവൻ വലതുഭാഗത്തിരിക്കുന്നതിന് മുൻപ് ഈ അപമാനത്തെ അവൻ എന്ത് ചെയ്തതാണ്? അവൻ അലക്ഷ്യമാക്കി. അതിനെ അവൻ കണക്കിട്ടില്ല. ആ അപമാനത്തെ അവൻ സഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപമാനത്തെ അലക്ഷ്യമാക്കി പിന്നെ അവൻ എന്താ ചെയ്തത്? ക്രൂശിനെ അവൻ സഹിച്ചു എന്ന് പറഞ്ഞാൽ നാം ഞായറാഴ്ച ധ്യാനിച്ച കാര്യമാണ്. അവൻ നമുക്ക് പകരമായിട്ട് മരിച്ചു, ഇല്ലേ? അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്ന് പറഞ്ഞാൽ അവൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതിന് മുൻപായി അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വേദവാക്യമാണല്ലോ അത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ മാതൃക ഏത് മാതൃക? അപമാനം അലക്ഷ്യമാക്കിയ, ക്രൂശിനെ സഹിച്ച ആ മാതൃക, അത് നമുക്ക് പിന്തുടരുവാനായിട്ട് വെച്ചേച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അപമാനത്തെ അലക്ഷ്യമാക്കിയും ആ ക്രൂശിനെ സഹിച്ചും അവന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നും അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവൻ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ നേരത്തെ കണ്ടു, അവന്റെ മഹിമാസനം നമുക്കൊരു കൃപാസനമാണെങ്കിൽ ഇന്ന് അവൻ സഹിച്ചതായ, അവൻ അനുഭവിച്ചതായ ആ കാര്യങ്ങളെ ഓർക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അതൊരു പ്രചോദനമാണ്. എന്റെ മുൻപേ പോയതായിരിക്കുന്ന എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇതെല്ലാം അനുഭവിച്ചുവെങ്കിൽ, നാം കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുന്നതായ ഒരവസ്ഥയിലേക്ക് വരുവാൻ ഒരു വലിയ പ്രചോദനമാണ് നമ്മുടെ ഈ വേദഭാഗങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് യഥാസ്ഥാനത്വം നമ്മിൽ ഉണ്ടാകുവാൻ ഒന്നാമത് നമ്മൾ കണ്ടതുപോലെ അവന്റെ വചനത്തെ നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക, അതിനെ അനുസരിക്കുവാൻ തയ്യാറാകുക. 2, നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുക. അവനെ നോക്കുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത്, അവൻ എത്ര ഉന്നതനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ ഉന്നതനായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് ഒരു കൃപാസനമാണ്. യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, അവൻ നമുക്ക് വേണ്ടി അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനാണ്. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ, നമുക്ക് വേണ്ടി നല്ല ഒരു മാതൃക വെച്ചേച്ചു പോയവൻ. നമുക്ക് അവനെ നോക്കുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമാണ്, നമുക്കതൊരു കരുത്താണ്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകേണ്ട, ആരും തളർന്നു പോകേണ്ട, നമുക്ക് മുന്നോട്ട് കുതിക്കാം. ശക്തന്മാരായി ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.